അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് ഹാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്തിനുൾ. എനിക്കൊപ്പം അനാർക്കലി ഉണ്ട്. അപ്പോൾ അനാർക്കലി, നമുക്കൊരു പാട്ട് പാടാം. പാട്ട് പാടുന്നതിന് മുമ്പ് നമുക്കൊന്ന് പാലക്കാട്ടേക്ക് പോയിട്ട് വരണം. അപ്പോൾ ഞാൻ ഈ പാലക്കാട്ടേക്ക് പോകണം, കോഴിക്കോട് പോകണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളിപ്പോൾ അങ്ങ് പോകുമെന്ന് ധരിക്കരുത്. ഞാൻ വാർത്തയ്ക്ക് വേണ്ടി പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസും CPM. DYFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. ഇക്ബാൽ അറക്കലുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഒരു കാരണവശാലും കർണാടകയിലെ BJP തന്ത്രത്തിന് വഴങ്ങില്ലെന്ന നിലപാടിലാണ് അവിടെ പ്രവർത്തകർ. കാര്യമായിട്ട് ആളുകൾ പ്രതിഷേധിക്കാൻ എത്തിയിട്ടുണ്ടോ? ആദ്യം DYFIയുടെ, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ എത്തുമെന്നാണല്ലോ കരുതുന്നത്. എന്താണ് പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം, രൂപം? അരുൺകുമാർ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മേഖലയെ ഒഴിവാക്കി പകരം മംഗലാപുരത്തെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർക്കാനുള്ള റെയിൽവേയുടെ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെ പാലക്കാട് പലയിടങ്ങളിലും നടന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഡിവിഷൻ ഓഫീസിന്റെ 2 പ്രവേശന കവാടങ്ങളും DYFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. ഇവിടേക്ക് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ DYFIയുടെ ഈ പ്രതിഷേധക്കാർ പൂർണ്ണമായും തടയുന്നുണ്ട്. പക്ഷേ RPFും പോലീസും ചേർന്ന് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം, പ്രതിഷേധക്കാരെ മാറ്റി ഉദ്യോഗസ്ഥരെ മുഴുവൻ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ ഇവിടെ സമീപത്തുള്ള ചെറിയ മതിൽ ചാടിക്കടന്ന് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നു ഈ പ്രതിഷേധത്തെ തുടർന്ന്. ഏതായാലും DYFIയുടെ നേതാക്കൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സംസ്ഥാന നേതാക്കളായിട്ടുള്ള ജിതിൻ, ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇത് കേരളത്തിന്റെയും പാലക്കാടിനും ഒരു ജനതയോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ കടുത്ത വഞ്ചനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അർദ്ധരാത്രിയിൽ നമ്മളെല്ലാം കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കൈമാറ്റത്തിന്റെ കവാടമായ മംഗലാപുരത്തെ ഈ പാലക്കാട് ഡിവിഷനിൽ നിന്നും എടുത്തുമാറ്റി മൈസൂർ ഡിവിഷൻ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ പൊതുവായ റെയിൽവേ വികസനത്തിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. പ്രവർത്തകർ ഇനി DYFIയുടെ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടാവും. VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ അവിടെ എത്തുകയും ചെയ്യും.